വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്കിത് കീ ചെയിനായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ടി പോംപോം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് എല്ലാത്തിൻ്റെയും ഷേപ്പ് ഒരുപോലെ ആയിരിക്കില്ല. അത് ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ എടുത്തിരിക്കുന്നതേ കണ്ടല്ലോ, ഈ അക്സസറീസൊക്കെയാണ് എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കയ്യിലൊക്കെ ഉണ്ടാവുന്ന അക്സസറീസാണ്. കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് നല്ലൊരു റൗണ്ട് ഷേപ്പിലിരിക്കും. എല്ലാം ഓൾമോസ്റ്റ് ഒരുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് ഒന്ന് നമ്മൾ ടൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ഫിനിഷിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് അതിൻ്റെ ഒരു ഷേപ്പ്സ് ബോൾ പോലെയല്ലേ ഇരിക്കുന്നത്, അതിനൊരു വ്യത്യാസം കാണും. ഇതൊരു പഞ്ഞി പോലെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഇതിനെ കോർക്കുക. എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ് ഇത്, വളരെ സിമ്പിളായിട്ട്. പിന്നെ കളർ കോമ്പിനേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പല രീതിയിൽ എങ്ങനെ വേണോ എടുക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് രീതി ചെയ്യാം. ശരിക്കും ഞാൻ പറഞ്ഞത് ഇതേ സാധനം ഞാൻ കീ ചെയിനും ചെയ്തു, ഹെയർ ക്ലിപ്പും ചെയ്തു. കീ ചെയിൻ ഞാൻ ഇടയ്ക്ക് ഒന്ന് ചെയ്തത് കൊണ്ടാണ് എപ്പോഴും കീ ചെയിൻ ഇടാത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക. കോർത്തെടുത്ത് 6 എടുത്തിരിക്കുന്നത്. 6 എടുത്ത് ഒന്ന് ടൈ ചെയ്തെടുക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ചെയ്തിട്ട് അവസാനം ഹെയർ ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുന്നു. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു കീ ചെയിൻ അറ്റാച്ച് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അതാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്ത് ടൈ ചെയ്തെടുക്കുക. ടൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് ഇത് ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ടൈ ചെയ്താൽ മാത്രം മതിയാവും. എന്നിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് അവസാനം അറ്റാച്ച് ചെയ്താലും മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഈ കട്ട് ചെയ്തെല്ലാം മാറ്റിയതിന് ശേഷം സെൻറ്ററിലൊന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇളകി പോകത്തില്ല. നമ്മൾ അവസാനം അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് അറ്റാച്ച് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ വയ്ക്കുന്നത് ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ജസ്റ്റ് ഇതുപോലെ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചു. കണ്ടല്ലോ. അടുത്തത് എന്ന് പറഞ്ഞാൽ അത് ഫിക്സ് ആയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇത് രണ്ടും കളറ് ഒത്തിരി ഡിഫറെൻ്റ് അല്ല, കുറച്ചൊരു ചെറിയ ഡിഫറെൻ്റ് ഉണ്ട്, ഒരു വ്യത്യാസമുണ്ട്. എന്നാലും നമുക്കത് അറിയാൻ പറ്റൂല കേട്ടോ. ഭയങ്കര ഇതിലിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത ലൈറ്റിൻ്റെ ഇത് വന്നപ്പോൾ എടുത്ത് നിൽക്കുന്നുവെങ്കിലും അത്രത്തോളം വ്യത്യാസമില്ല. എന്നിട്ട് ഹെയർ ബോ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയ ബാലൻസ് വന്ന പീസാണ്, അതുകൊണ്ടാണ് അതിൻ്റെ മെഷർമെൻറ്റ് പറയാത്തത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചുള്ള ലെങ്ത് അനുസരിച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഏകദേശം കഴിഞ്ഞിട്ട് നമ്മൾ ബോ ചെയ്തു, ഫ്ലവർ ചെയ്തെടുത്തു. ഇനി ഇവ തമ്മിലെല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ. ജസ്റ്റ് ഇനി അടുത്തതിൻ്റെ സെൻറ്റർ ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. ഈ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് എടുക്കുക. സെയിം കളർ തന്നെയായിരുന്നു, അത്രയും നല്ല ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് ഉരുക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് മടക്കി അത് കറക്റ്റ് മടക്കായിരുന്നു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനൊന്ന് ഒട്ടിച്ച് നീറ്റാക്കി എടുക്കുക. സെൻറ്റർ കവർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നല്ല നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും, അതുകൊണ്ടാണ്. നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ ബാലൻസ് വരുന്ന കട്ട് ചെയ്ത് മാറ്റി ഉരുക്കി അങ്ങ് ചേർത്ത് കൊടുത്താലും മതിയാവും. കാരണം ബോയൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയാത്തത് കേട്ടോ. ഇതുപോലെ എടുക്കുക. ആ ഹാങ്ങിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഇത് നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കാൻ വാങ്ങിക്കുന്നതല്ലേ, എനിക്കതിൻ്റെ പേര് ശരിക്കും ഓർമ്മയില്ല കേട്ടോ. എന്നിട്ട് ഇനി അടുത്താണ് ഞാൻ ശരിക്കും ഫെൽറ്റ് ഷീറ്റ് എടുത്തു. അവർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് നന്നായിട്ട് ഗ്ലൂ സെൻറ്ററിലൊക്കെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലവറിനെ അതിലേക്ക് നന്നായിട്ട് വെച്ചൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവസാനം നമ്മൾ വയ്ക്കുമ്പോൾ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടിരിക്കും. കണ്ടോ, ഒരുമിച്ച് അങ്ങ് അറ്റാച്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി ഇത് ഇളകിയ ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മേലിൽ നമുക്കൊരു കീ ചെയിൻ വേണമെങ്കിൽ കീ ചെയിൻ കൊടുത്താൽ മതി, അത് അറ്റാച്ചായി അവിടെ ഇരുന്നോളും. ഞാൻ ആ ബോയുടെ പുറകിലേക്ക്, കാരണം അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല നീറ്റായിട്ടുണ്ട്. ഇനി ആ ബോയുടെ സെൻറ്ററിലേക്ക് എന്താ പറയുക, എന്തെങ്കിലും ബീഡ്സോ സ്റ്റോൺ ചെയിനോ എന്തെങ്കിലും കൊടുക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അതുകൂടെ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ അത് നല്ല നീറ്റാവും. പിന്നെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുക. അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ ഇത് അറ്റാച്ച് ചെയ്തു. ഇത് കവർ ചെയ്തത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരുന്ന് സെയിം കളറല്ല, പക്ഷേ അത് ആ പുറകിൽ വയ്ക്കുമ്പോൾ അത് അറിയത്തില്ല, അതുകൊണ്ടാണ്. ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി ആ ഹെയർ ബോ ചെയ്തില്ലേ, ഫ്ലവറിൻ്റെ താഴെയുള്ള ബോയിലേക്ക് ഒരു സ്റ്റോൺ ചെയിൻ 2 ലെയറായിട്ട് അങ്ങ് കൊടുക്കുന്നു. അവിടെ സ്റ്റോൺ ചെയിനിന് പകരം നിങ്ങൾക്ക് 2 ബീഡ്സോ എന്തെങ്കിലും മതിയെങ്കിൽ അങ്ങനെ കൊടുത്താലും മതി. ഞാനൊരു സ്റ്റോൺ ചെയിൻ, നമുക്ക് ഒത്തിരി എക്സ്പെൻസീവ് അല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അതുകൊണ്ട് സ്റ്റോൺ ചെയിൻ എടുക്കുക. 2 ലൈൻ ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. 2 ലെയറായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി.
കാരണം അത്രയ്ക്ക് വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇന്നലെ ഇങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഇത് വളരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല രസം ഉണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ, കണ്ടില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.